രണ്ടാം പിണറായി സർക്കാരിലെ ഏറ്റവും വലിയ പ്രതിഭ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ സത്യത്തിൽ വിഷമിച്ചു പോകും. സജി ചെറിയാനാണ് എന്ന് പറയുന്നവരുണ്ട്, അതല്ല ശിവൻകുട്ടി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുമുണ്ട്. വീണ ജോർജിനെ നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവരെല്ലാവരെക്കാളും വലിയ പ്രതിഭ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ആർ ബിന്ദുവാണ്. ബിന്ദുവിൻ്റെ പ്രതിഭയെക്കുറിച്ച് തൃശ്ശൂർക്കാരോട് പ്രത്യേകം പറയേണ്ടതില്ല. ബിന്ദു 5 കൊല്ലം മേയറായിരുന്നപ്പോൾ അവർ പാർട്ടിക്കും ഇടതുമുന്നണിക്കും ഏൽപ്പിച്ച ആഘാതം അത്ര ഭയങ്കരമാണ്. തൃശ്ശൂർ MG റോഡ് മഴ പെയ്ത് കുണ്ടുകുഴിയായി കഴിഞ്ഞപ്പോൾ രസികന്മാരായ തൃശ്ശൂർ നിവാസികൾ മഹാത്മാഗാന്ധി റോഡ് എന്നുള്ളത് മാച്ച് പ്രൊഫസർ ആർ ബിന്ദു റോഡ് എന്നാക്കി എന്നുള്ളത് ഒരു ഉദാഹരണമാണ്. അത് കഴിഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ LDF ഏറ്റുവാങ്ങിയത് ചരിത്ര പരാജയമായിരുന്നു. കാരണം അത്ര വലിയ വിജയമായിരുന്നു ബിന്ദുവിൻ്റെ 5 കൊല്ലത്തെ മേയർ സ്ഥാനലബ്ധി. തൃശ്ശൂർ കഴിവും പ്രാഗൽഭ്യവും ഉള്ള വനിതാ സഖാക്കളില്ലാത്തതുകൊണ്ടല്ല. സഖാവ് വിജയരാഘവൻ്റെ ഭാര്യ കോർപ്പറേഷനിലിരിക്കുമ്പോൾ വേറൊരാളെ മേയറാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പ്രൊഫസറെ, അന്ന് പ്രൊഫസറായിട്ടില്ല, സഖാവ് ബിന്ദുവിനെ മേയറാക്കി. 5 കൊല്ലം കൊണ്ട് തൃശ്ശൂർ നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. പിന്നെ കോൺഗ്രസ്സുകാർ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ കാണുന്ന രൂപത്തിലാക്കിയെടുത്തത്. ഞാനിപ്പോൾ അതിലേക്ക് അധികം പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ബിന്ദുവിന് ഇരിങ്ങാലക്കുട മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയുമായി. അപ്പോൾ ചെറിയ വകുപ്പ് കൊടുത്താൽ പോരല്ലോ, വലിയ വകുപ്പ് കൊടുക്കണം. അതും വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്താൽ ശരിയാവില്ല. കോളേജിൽ പ്രൊഫസറായിരുന്ന ആൾ. അപ്പോൾ പ്രൊഫസറുടെ ആ ഒരു കഴിവും പ്രാഗൽഭ്യവും ഇംഗ്ലീഷ് ഭാഷയിലുള്ള അഗാധമായ പരിജ്ഞാനവും പരിഗണിച്ച് അദ്ദേഹത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 4 ചില്ലാൻ കൊല്ലമായിട്ട് ബിന്ദു മാഡം കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ സംഭാവനകളുണ്ട്. മാഡം ഇപ്പോൾ തലയിൽ കുത്തുന്നത് സ്ലൈഡല്ല, തലയിൽ നിറയെ കാക്കത്തൂവലുകളാണ്. കാക്കത്തൂവലുകൾ ഇങ്ങനെ കുത്തി 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 ഇനി സ്ഥലമില്ലാത്ത അവസ്ഥയിലെത്തിയപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും പുതിയത് കിട്ടിയത്. ആ ടീച്ചറുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്ന കീമിൻ്റെ പുതുക്കിയ മാനദണ്ഡം ഹൈക്കോടതി അടിച്ച് പപ്പടമാക്കി കയ്യിൽ വെച്ചു. DK സിംഗ് എന്ന് പറഞ്ഞ് അലഹബാദിൽ നിന്ന് സ്ഥലം മാറി വന്നൊരു ജഡ്ജിയുണ്ട്. പുള്ളിയാണ് ഈ അതിക്രമം ചെയ്തത്. നമുക്ക് സിംഗിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ കളി തുടങ്ങിയതിന് ശേഷം നിയമം മാറ്റരുത് എന്നുള്ളത് നിയമത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു തത്വമാണ്. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രോസ്പെക്ടസ് അടിച്ചു. മുൻകൊല്ലങ്ങളിൽ തുടർന്ന് വരുന്ന അതേ രീതിയിലായിരിക്കും ഇത്തവണയും ഈ കുട്ടികളുടെ റാങ്ക് കണക്കാക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പ്രോസ്പെക്ടസ് അടിച്ച് പരീക്ഷ നടത്തി റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ട സമയമായപ്പോഴാണ് ടീച്ചറുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ച് അതിൻ്റെ മാനദണ്ഡം മാറ്റാൻ തീരുമാനിച്ചത്. പുതിയ മാർഗരേഖ പുറത്തിറക്കി. അതിനു മുമ്പ് ഒരുപാട് നിയമോപദേശമൊക്കെ തേടി. നിയമോപദേശം തേടി വിദഗ്ധന്മാരുമായിട്ട് ചർച്ച നടത്തി. ഒരുപാട് അധ്വാനിച്ചു. ടീച്ചർ നല്ലോണം അധ്വാനിക്കുന്ന ആളാണ്. അധ്വാനവർഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ മാണിസാർ പോലും നമിച്ചു പോകും, അത്ര അധ്വാനിയാണ്. അങ്ങനെ അധ്വാനിച്ച് മനോഹരമായൊരു രേഖ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. മറ്റ് മന്ത്രിമാരൊക്കെ കോരിത്തരിച്ചു. ഓ, ബിന്ദു ടീച്ചർ ഇത്ര കേമിയാണല്ലോ, മിടിക്കുകയാണല്ലോ, കണ്ടപ്പോൾ തോന്നിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഐക്യകണ്ഠേന ക്യാബിനറ്റ് പാസ്സാക്കി. പിന്നെ കുട്ടികളുടെ തലയിൽ അടിക്കേൽപ്പിച്ചു. ഇതാ നാളെ തൊട്ട് മാനദണ്ഡം മാറ്റിയിട്ടാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കുട്ടികൾക്ക് കോരിത്തരിപ്പുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. റിസൾട്ട് കുറച്ച് വൈകി, കാരണം ഈ സാധനം പാസ്സാക്കി എടുക്കണമല്ലോ. നടപടിക്രമമൊക്കെ പാലിച്ച് മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവന്ന് അത് പാസ്സാക്കി പുതിയ തത്വം നിർദ്ദേശക തത്വങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷം പുതിയ ഒരു കിണ്ണാങ്കൃതി പുറത്തിറക്കിയപ്പോൾ അതനുസരിച്ച് റാങ്ക് ഫിക്സ് ചെയ്തു. റാങ്ക് ജേതാക്കളെ മന്ത്രി തന്നെ വിളിച്ച് അഭിനന്ദിച്ചു. അപ്പോൾ ഈ റാങ്ക് കിട്ടിയവരൊക്കെ സന്തോഷിച്ചു. റാങ്ക് കിട്ടാത്തവർ സങ്കടപ്പെട്ടു. റാങ്ക് കുറഞ്ഞു പോയവർ സങ്കടപ്പെട്ടു. അപ്പോഴാണ് ചില കുബുദ്ധികൾ ഒരു റിട്ട് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി നോക്കിയപ്പോൾ സംഗതി തോന്നിവാസമാണ്. പ്രോസ്പെക്ടസ് അടിച്ചിറക്കി പരീക്ഷ നടത്തിയതിന് ശേഷം അതിൻ്റെ മാനദണ്ഡം മാറ്റാൻ പറ്റുകയില്ല. അങ്ങനെ മാറ്റാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പരമാധികാരം കിട്ടി. ചെങ്കോട്ടയിൽ ചെങ്കൊടി മാറുമ്പോൾ ബിന്ദു ടീച്ചർ ഇന്ത്യയുടെ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ സഖാവ് സ്റ്റാലിൻ്റെ പോസ്റ്റിലിരിക്കുകയും ചെയ്യുന്ന സമയത്താണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരു എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, പിന്നെ ഹൈക്കോടതിയുണ്ട്, മറ്റു പല പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് ടീച്ചറുടെ അടുത്ത് പറഞ്ഞ് ടീച്ചർ ഈ പ്രസ്ഥാനം കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് ഈ സിംഗ് നല്ലൊരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കി. പത്രത്തിലൊക്കെ സർക്കാരിൻ്റെ തിരിച്ചടി എന്ന് പറഞ്ഞ് അച്ചടിച്ചു.
നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു. സർക്കാരിൻ്റെ കീം പരീക്ഷയുടെ റിസൾട്ട് ഹൈക്കോടതി റദ്ദാക്കി. ഹൈക്കോടതി സന്തോഷം റദ്ദാക്കിയതല്ല, പൊതുവേ കോടതി ഈ വകയിലൊന്നും ഇടപെടില്ല. ഇത് പക്ഷേ അത്ര വലിയ തോന്നിവാസമാണ്, അത്ര വലിയ തെമ്മാടിത്തരമാണ്, അത്ര വലിയ തല്ലുകൊള്ളിത്തരമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകാർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ടീച്ചർ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ലോ. ഇത് ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ തന്നെ, ഹൈക്കോടതിയിൽ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ തന്നെ അപ്പീൽ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു. ടീച്ചർ വിചാരിച്ച് ഈ അപ്പീൽ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടു കൊടുത്ത അപ്പം തന്നെ അതിന് വലിയ ഗുണം കിട്ടുന്ന സാധനമാണ്. ഈ തേങ്ങ എത്ര അരച്ചാലും കറി താളാണല്ലോ, ടീച്ചർ ഉണ്ടാക്കിയതാണല്ലോ ഈ മാനദണ്ഡം. അതുമായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇത് നടക്കില്ല കേട്ടോ, ഈ പ്രസ്ഥാനം ഇവിടെ നടക്കില്ല, ഇതിന് സ്റ്റേയും ഇല്ല, ഒന്നുമില്ല, പണി കഴിഞ്ഞു. അങ്ങനെ സർക്കാരിൻ്റെ കീം ഈ ബിന്ദു ടീച്ചറുടെ ഗംഭീരമായ മാർഗനിർദ്ദേശം അത് വെള്ളത്തിൽ പറിച്ച വര പോലെ. ഇപ്പോൾ റാങ്ക് കിട്ടിയ കുട്ടികളും റാങ്ക് ലിസ്റ്റിൽ വന്ന് ലഡു മേടിച്ച് കഴിച്ച രക്ഷകർത്താക്കളുമൊക്കെ ഈ ടീച്ചറുടെ തലയിൽ കൈവച്ച് പ്രാഗിയാണ്. ഏതായാലും ഈ സർക്കാർ 8 മാസം കൂടി ഉള്ളൂ, അല്ലെങ്കിൽ 6 മാസം കൂടി ഉള്ളൂ എന്നുള്ളൊരു സമാധാനമുണ്ട് ജനങ്ങൾക്ക് ആകെ ഉള്ളൂ. ഈ ബിന്ദു ടീച്ചർക്ക് എത്ര നാളെന്ന് വെച്ചാൽ മനുഷ്യർ സഹിക്കുക ഇല്ലേ? വീണ ജോർജിന് എത്ര നാളെന്ന് ചോദിച്ചാൽ സഹിക്കും, ശിവൻകുട്ടി അങ്ങനെ സഹിക്കും. മറ്റു ഓരോ മന്ത്രിമാരെ ഞാൻ പേരെടുത്ത് പറയാത്തത് ഇവരാരും മോശക്കാരല്ല എന്നുള്ളതുകൊണ്ടാണ്. പേരെടുത്ത് പറയാൻ തുടങ്ങി 20 പേരുടെ പേര് പറയണ്ടു. നമ്മുടെ ബാലഗോപാൽ മുതൽക്ക് സകല ആളുകളെ നമ്മൾ എണ്ണ വെച്ച് കുളിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. ഏതായാലും ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ കൂടിയത് 8 മാസം, കുറഞ്ഞത് 6 മാസമേ ഉള്ളൂ എന്നുള്ളൊരു സമാധാനം ഇപ്പോൾ നമുക്ക് ആകെ ഉള്ളൂ. ഏതായാലും ടീച്ചറുടെ ഈ വിദ്യാഭ്യാസ വിപ്ലവ പരിഷ്കാരം ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. ഇത്രയധികം വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ശാപം പ്രാക്ക് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞ നമ്മുടെ പ്രിയ സഖി ബിന്ദു മാഡത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ എല്ലാ ഫൽഗുനന്മാരെയും പേർത്തും അഭിനന്ദിക്കുന്നു. ഈ വിപ്ലവകരമായ പദ്ധതിക്ക് അംഗീകാരം നൽകിയ മന്ത്രിസഭാ അംഗങ്ങളെയും അവരും കൂടി അംഗീകരിച്ചില്ലെങ്കിൽ, അവരും കൂടി അഭിനന്ദിച്ചില്ലെങ്കിൽ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കില്ല. എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള തമാശകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു. ലാൽ സലാം, ധീരസഖാവേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.